വാമ്പയർ ഫേഷ്യൽ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് പേടി തോന്നുന്ന തരത്തിലുള്ള ഒരു ഫേഷ്യലാണ് വാമ്പയർ ഫേഷ്യൽ. വിദേശ രാജ്യത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും റെഗുലർ ആയിട്ട് ചെയ്തു പോകുന്ന ഒരു ഫേഷ്യലാണ് ഈ പറയുന്ന വാമ്പയർ ഫേഷ്യൽ. എന്തുകൊണ്ടായിരിക്കാം ഇതിനെ വാമ്പയർ ഫേഷ്യൽ എന്ന് പറയുന്നത്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഈ പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫേസിലൊക്കെ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് വാമ്പയർ ഫേഷ്യൽ എന്നുള്ള പേര് തന്നെ വന്നത്. നമ്മൾ പല സെലിബ്രിറ്റികളെ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഹണി റോസിന്റെ പഴയ കാലത്തെ ഒരു ഫോട്ടോയും പുതിയ ഒരു ഫോട്ടോയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫേസിലെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സോ ഈ ഡിഫറൻസ് വരുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവുകയും കൊളാജനും ഇലാസ്റ്റിനും പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഗ്ലോയിങ് തുടുത്ത ഒരു അപ്പിയറൻസ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തു പോകാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് വാമ്പയർ ഫേഷ്യൽ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ആക്നെ സ്കാർ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡീപ്പ് ഹൈഡ്രേഷൻ ആൻഡ് സ്കിൻ സ്ട്രെച്ചിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, പിന്നെ ലേസേഴ്സ്, ഇതൊക്കെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ചെയ്തു പോകാൻ പറ്റിയ ഓപ്ഷൻസ് ആണ്. ഇനി എത്ര ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഈ വാമ്പയർ ചെയ്യേണ്ടത്? ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ചെയ്തു പോകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 3 months ഗ്യാപ്പിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വാമ്പയർ ഫേഷ്യൽ. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡു വിസിറ്റ് അവർ ക്ലിനിക്. താങ്ക് യു.